2000-ന്റെ പകുതി 1000 രൂപ ഞാൻ തരാം. ചെയിൻ എനിക്ക് വേണം. അത് വേണ്ട, 1100 രൂപ ഞാൻ തരാം. ചെയിൻ എനിക്ക് വേണം. നിങ്ങൾ തമ്മിൽ വഴക്കും വയ്യാവലും ഒന്നും വേണ്ട. ആ സ്വർണ്ണമാല ഇങ്ങോട്ട് തന്നേക്ക്. ഞാൻ അതിന് 2200 വന്നേക്കാം. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഇത് വലിയ മെനക്കെടായല്ലോ. തട്ടാർക്ക് ജോലി ചെയ്യണ്ടേ? നിങ്ങളൊരു ധാരണയിൽ എത്തണം പ്ലീസ്. നിങ്ങളുടെ പേരെന്താണ്? സുഗുണൻ. മിസ്റ്റർ സുഗുണൻ, ഒരു 1000 രൂപ എന്നിട്ട് ചെയിൻ അത് വേണ്ട, 1000 രൂപ ഞാൻ തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കണം. അങ്ങോട്ട് കൊടുക്കണം. എനിക്ക് എന്തെങ്കിലും തരണേ. അയ്യോ പാവം തട്ടാര്, തൂക്കിയ ആളല്ലേ, ഒരു 25 റുപ്പീസ് കൊടുക്കണം. കൊടു. ഇയാളും തരാൻ പറ. നിങ്ങൾ കൊടുക്കണം. പോട്ടെ. ഓക്കെ, തട്ടാരെ. കോൾ അടിച്ചില്ലേ? സന്തോഷമായല്ലോ. പോയട്ടെ. എനിക്ക് തന്നെ. എന്നാ അലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ 1000 പൊൻപണം വീണ് കിട്ടി. 5 രൂപക്കുള്ള മുക്കുപണ്ടം കൊണ്ട് 1000 പൊൻപണം വീണ് കിട്ടി. വായടക്കണം നശിപ്പേ. നമുക്ക് പലിശക്ക് പണം കടം കൊടുത്താലോ? ബ്ലേഡ് ആൾക്കാരെ പറ്റിക്കുന്ന പണിക്ക് ഞാനില്ല. ഞാൻ എന്റെ ഐഡിയ പറയാം. തൊഴിലിൽ നമ്മളെ സഹായിക്കുന്ന പോലീസുകാർക്ക് കൊടുത്താലോ? അത് പണ്ടായിരുന്നു. പോലീസുകാർ ഇപ്പൊ 10 പൈസ കൈക്കൂലി മേടിക്കില്ല. അതറിയോ നിങ്ങക്ക്? എന്താലേ നമുക്കൊരു ഗോഡൌൺ വാടകയ്ക്ക് എടുത്തിട്ടാലോ? അടിച്ചുകൊണ്ടുവരുന്ന സാധനങ്ങൾ സൂക്ഷിക്കാൻ. എന്തിനാ ഗോഡൌൺ? ഒരു വീടായിക്കൂടെ, ഒരു ഓഫീസറും കൂടിയിട്ട്. ഓഫീസ് എന്തിനാ? നമ്മളെ കാണാൻ വേണ്ടി പോലീസുകാർ എടുത്തില്ലേ, ഓഫീസേഴ്സ്, അവരെയൊക്കെ സ്വീകരിച്ചിരുത്താൻ. എടുത്ത മണ്ടത്തരെ പറയൂ. നമുക്ക് പെറ്റീഷൻ എഴുതണ്ടേ? അതിനാ ആശാനെ, ആശാൻ പറഞ്ഞതുപോലെ ആദ്യം ഒരു വീട് സെറ്റപ്പ് ചെയ്യാം. വാടക വീട്, കിടപ്പാടമാണ് പ്രധാനം.